തിമിരയുടെ താളത്തിൽ തുടങ്ങി കേരളീയ വാദ്യ പാരമ്പര്യത്തിന്റെ ചരിത്രത്തിലേക്ക് മുഴങ്ങിക്കേറിയ പ്രശസ്ത തിമില കലാകാരനും ഗവേഷകനുമായ സന്തോഷ് ആലങ്കോടിന് ഈ വർഷത്തെ CA ഖാദർ സ്മാരക പുരസ്കാരം സമ്മാനിച്ചു. തവനൂരിൽ നടന്ന ചടങ്ങിൽ തവനൂർ MLA അഡ്വക്കേറ്റ് VS ജോയ് പുരസ്കാരം സമ്മാനിച്ചു. കേരളീയ വാദ്യകലകളെ ജനകീയമാക്കുന്നതിനും ഗവേഷണത്തിലൂടെ പാരമ്പര്യത്തെ സംരക്ഷിച്ച് പുതിയ തലമുറയിലേക്ക് കൈമാറുന്നതിനും നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ചാണ് പുരസ്കാരം. ഒരു കലാകാരൻ എന്നതിലുപരി പാരമ്പര്യത്തെ കാലത്തോട് സംവദിപ്പിച്ച ഗവേഷകനും ഗുരുവും സംഘാടകനുമാണ് സന്തോഷ് ആലങ്കോട്. 2010 സ്ഥാപിച്ച സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യവും 2012 രൂപം നൽകിയ സോപാനം സാംസ്കാരിക വിദ്യാഭ്യാസ ട്രസ്റ്റും വഴി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പഞ്ചവാദ്യം, തായമ്പക, മേളം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് തുടങ്ങിയ വാദ്യകലകളിൽ പരിശീലനം നൽകി വരുന്നുണ്ട്. 2011 201 കലാകാരന്മാർ അണിനിരന്ന വാദ്യപ്രണവം, 2015 101 വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച താളവൈഖരി എന്നീ പരിപാടികൾ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരുന്നു. 2026 മാർച്ച് 8 ലോക വനിതാ ദിനത്തിൽ വനിതകൾ മാത്രമടങ്ങിയ മാതൃകാ പഞ്ചവാദ്യ സംഘത്തെ ഒരുക്കി വേൾഡ് റെക്കോർഡ്സ് ബുക്ക് ഓഫ് ഇന്ത്യയിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയതും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയ നേട്ടങ്ങളിലൊന്നാണ്. വനിതാ പഞ്ചവാദ്യം 3 വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ച കേരളീയ വാദ്യ പാരമ്പര്യം എന്ന ഗവേഷണ ഗ്രന്ഥം കേരളത്തിലെ വാദ്യകലാ പാരമ്പര്യത്തിന്റെ സമഗ്ര രേഖപ്പെടുത്തലായി വിലയിരുത്തപ്പെടുന്നു. സോപാനം ആസ്ഥാനത്ത് 100 കണക്കിന് അപൂർവ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന റഫറൻസ് ലൈബ്രറിയും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. വാദ്യകലാ പരിശീലനത്തിനപ്പുറം ലഹരി വിരുദ്ധ ബോധവൽക്കരണം, യുവജന ശാക്തീകരണം, വാദ്യോപകരണ നിർമ്മാണം, സാംസ്കാരിക വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും സന്തോഷ് ആലങ്കോട് സജീവ സാന്നിധ്യമാണ്. ചടങ്ങിൽ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ഒരു തിമിലയുടെ താളത്തിൽ ആരംഭിച്ച യാത്ര ഇന്ന് ആയിരക്കണക്കിന് ശിഷ്യരുടെ ഹൃദയമിടിപ്പായി മാറിയിരിക്കുന്നു. താളത്തിന്റെ ഭാഷയെ ചരിത്രമാക്കിയ ആ സംഗീതയാത്ര തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഇന്നും അനന്തമായി തുടരുകയാണ്.